അമ്മ കരയല്ലേ. അമ്മ എന്തിനാ കരയുന്ന? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും ദിവസം ശ്രമിച്ചത്. അതെ, അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തെളിവുകളൊക്കെ എനിക്ക് കിട്ടി. അമ്മയെ എത്രയും വേഗം പുറത്തിറക്കാൻ എനിക്ക് കഴിയും. അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്നെ പഠിപ്പിച്ച ക്രിമിനോളജി പ്രൊഫസർ ശങ്കരനാരായണൻ സാറിനെ? ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. നമുക്ക് കിട്ടിയ തെളിവുകൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞുതരും. പിന്നെ പോലീസുകാരുടെ കയ്യിലുള്ള തെളിവുകൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്നും. അമ്മ നോക്കിക്കോ, ദിവസങ്ങൾക്കുള്ളിൽ അമ്മയെ ഞാൻ പുറത്തിറക്കും. യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യും. ദേ, ഇത് അമ്മയ്ക്കുള്ള ഭക്ഷണോ? ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. പിന്നെ ലക്ഷ്മിയച്ചി സഹായിക്കാൻ വന്നിട്ട് പോലും ഞാൻ സമ്മതിച്ചില്ല. അമ്മ കണ്ണുടച്ച് എന്നിട്ട് കഴിക്ക. ഞാൻ വാരിത്തരാം. അമ്മയ്ക്ക് വേണ്ട, വിശപ്പില്ല. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഞാനേ ഇത് എന്റെ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. മര്യാദയ്ക്ക് കണ്ണു കൊടുക്ക, എന്നിട്ട് കഴിച്ച. ഞാൻ തുറന്നുതരാം. വേണ്ട. മതി കുഞ്ഞെ, ഇനി ഇറങ്ങൂല. എന്നാ ഞാൻ പോയിട്ട് വരാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. മോളെ, അമ്മനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മോള് വെറുതെ പറഞ്ഞതല്ലല്ലോ. അല്ലമ്മ, എന്റെ അമ്മയെ ഞാൻ പുറത്തിറക്കും.